ഈ എക്സസൈസ് നമുക്ക് ഈ പ്രായമുള്ള വീട്ടിൽ പ്രായമുള്ളവർക്ക് ഏറ്റവും ഐഡിയലായിട്ടുള്ള എക്സസൈസ് ആയിരിക്കും. നമുക്ക് ഇപ്പോൾ കാലിൽ കൂടുതൽ നടക്കാനും ബുദ്ധിമുട്ടുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക്, കാലിൻ്റെ മുട്ടിന് ബലമില്ലാത്തവർക്ക്, മുട്ടുവേദന ഭയങ്കരമായിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല എക്സസൈസാണത്. ഇങ്ങനെ ഒറ്റ കാല് മാത്രം നിൽക്കുക. അപ്പോൾ ഇതിന് ഒരു ഭാഗത്തേക്കുള്ള ലോഡ് മാത്രമേ വരുള്ളൂ. ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ നടക്കുന്ന പൊസിഷനിലുള്ള മെഷീനറിയിൽ ഒരു കാല് മാത്രം ചെറിയ ലോഡ് കൊടുക്കാൻ പാകത്തിന് ഫുള്ളായിട്ട് നിവർത്തി പിടിക്കുക, പതുക്കെ വിടുക. ഇതിങ്ങനെ കുറച്ച് അടുത്ത് നിൽക്കണം, കാലിൽ ബോഡിയോട് അടുത്ത് നിന്നിട്ട് അങ്ങനെ ഇതുമ്പോൾ ചവിട്ടിയിട്ട് ഫുള്ളായിട്ട് നിവർത്താൻ പഠിക്കുക. ബോഡി അനങ്ങരുത്, ബോഡി സ്റ്റില്ലായിട്ട് നിൽക്കണം. കാലിൻ്റെ മുട്ട് മാത്രം ഇങ്ങനെ നിവർത്തി പഠിപ്പിക്കുക. അപ്പോൾ അവർക്ക് നല്ലൊരു എക്സസൈസ് ആയിരിക്കും ഇത്. കാലിൻ്റെ മുട്ടിനും ടോട്ടൽ ശരീരത്തിനും അവർക്ക് കുറച്ച് കലോറി ബേൺ ചെയ്യാവുന്ന ഒരു എക്സസൈസാണിത്. അത് സ്റ്റഡിയായിട്ട് നിന്ന് കുറേ നേരം ചെയ്യാൻ പറ്റും. ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു 10-20 റെപ്പിറ്റേഷൻ ചെയ്താൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ ചെയ്ത് 50-100 അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഓരോ കാല് മാറി മാറി കാല് ടയർഡാകുന്നവരെ ചെയ്യാം. അപ്പോൾ അവർക്ക് വളരെ ഈ കാലിനൊക്കെ ബലം കിട്ടാനും നടക്കാനൊക്കെ ഉള്ള കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കിട്ടാൻ ഏറ്റവും നല്ല എക്സസൈസാണത്. രണ്ട് കാലിലും മാറി മാറി ചെയ്യാം. ഇനി ഇതിന് തന്നെ കുറച്ച് ലോഡ് കൂട്ടണമെങ്കിൽ അവിടെ കൂട്ടാം. ലോഡ് കൂട്ടി നന്നായിട്ട് ലോഡ് കൂട്ടി എത്ര വേണമെങ്കിൽ ലോഡ് കൂട്ടി ചെയ്യാം കേട്ടോ. നമുക്ക് ഇങ്ങനെ തിരിഞ്ഞ് വെക്കാം. ഇതുപോലെ റിവേഴ്സ് നിന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കാം. അത് കൈയുടെ ഈ ബാക്ക് മസിലിനാണ് ഇത് കൂടുതൽ കിട്ടുന്നത്. ഈ ബാക്ക് മസിലിലേക്ക് നമ്മളിപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാം. ഇപ്പോൾ വനിതകൾക്കും പിള്ളേർക്കും ഒക്കെ ചെയ്യാം. അത് കൈയുടെ മുട്ടിനൊക്കെ നല്ല ബലം കിട്ടാൻ വേണ്ടി ചെയ്യാം. അതെ, കാല് കുറച്ച് അകത്തി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ നിന്നിട്ട് ബോഡി ചേർന്ന് നിൽക്കണം. ഫുള്ളായിട്ട് താത്തിയിട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക, പതുക്കെ വിടുക. താഴുമ്പോൾ ശ്വാസം കളയുക, ഉയരുമ്പോൾ ശ്വാസം എടുക്കുക. കളഞ്ഞു, തിരിച്ചെടുത്തു. ആവശ്യമനുസരിച്ച് വെയിറ്റ് കൂട്ടാം. ഓക്കെ. ബൈസെപ്സിനുള്ള വേറൊരു എക്സസൈസാണ് സിംഗിളായിട്ട് ചെയ്യാവുന്നത്, ഒറ്റക്കൈക്കായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസ്. ഇപ്പോൾ നമ്മൾ ഇതൊരു ജിമ്മിലാണെങ്കിൽ ഒരു സെപ്പറേറ്റ് മെഷീനിൽ ചെയ്യുന്ന ഒരു വർക്കൗട്ടാണിത്. ഇപ്പോൾ ഒരല്പം കാലിൽ മുട്ട് വേണമെങ്കിൽ മടങ്ങി നിൽക്കാം. എന്നിട്ട് താഴോട്ട് ഫുള്ളായിട്ട് പുഷ് ചെയ്യുക, പതുക്കെ റിലീസ് ചെയ്യുക. ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തു, എന്നിട്ട് താഴേക്ക് പതുക്കെ റിലീസ് ചെയ്തു. പുഷ് ചെയ്യുമ്പോൾ ബ്രീത്ത് കളയുക, പുഷ് ചെയ്യുമ്പോൾ ബ്രീത്ത് കളഞ്ഞു, തിരിച്ചെടുത്തു. സ്പീഡ് പാടില്ല, ടൈറ്റ് ചെയ്ത് സ്ലോവിൽ റിലീസ് ചെയ്യണം. ഇത്രയും സ്പീഡാണ് പാടുള്ളൂ. സ്ലോവിൽ കൊണ്ടിട്ട് റിലീസ് ചെയ്യുക. ഈ കാല് കുറച്ച് മടക്കി ഇങ്ങനെ നിന്നാൽ നന്നായിരിക്കും. അത് തന്നെ രണ്ട് കൈക്ക് മാറി മാറി ഇത് തന്നെ ഒരു തുടക്കത്തിലൊക്കെ ഓരോ സെറ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഒരു 2, 3, 4 പ്രാവശ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കാം. ഇനി വെയിറ്റ് കൂട്ടണമെങ്കിൽ അങ്ങേ അറ്റത്ത് വെയിറ്റ് കൂട്ടുകയും ചെയ്യാം. ഇതിന് ഹൈറ്റ് കൂടുതലുള്ളവർക്ക് ഈ 2 ബോൾട്ടും റിലീസ് കഴിഞ്ഞാൽ കുറച്ച് വേണ്ടി പൊക്കിയിടാം. ഒരു 1/2 അടി ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്പം ചാഞ്ഞ് നിന്നിട്ട് ബോഡി ഇങ്ങനെ ചേർന്ന് നിൽക്കണം. അങ്ങനെ ഓക്കെ. ഇത് ട്രൈസെപ്സ് പുഷപ്പ് എന്ന് പറയും. ഈ മസിലിലേക്ക് നമ്മളൊരു പുഷപ്പ് എക്സസൈസ് പോലെ ചെയ്യണം. കൈ ഇവിടെ അടുപ്പിച്ച് പിടിച്ചു. അപ്പോൾ പരമാവധി ഒരു 2-3 ഇഞ്ച് അകലത്തിൽ അടുപ്പിച്ച് പിടിച്ചിട്ട് ഫുള്ളായിട്ട് താഴൊന്നുമില്ല, ഇവിടം വരെ താണാൽ മതി. ഇവിടെ താണിട്ട് കൈയുടെ എൽബോ 90 ഡിഗ്രിയിൽ വന്നിട്ട് പുഷ് ചെയ്യുക. താഴുമ്പോൾ ശ്വാസം എടുക്കുക, പുഷ് ചെയ്യുമ്പോൾ ബ്രീത്ത് കളയുക. കളഞ്ഞു, താഴ്മ എടുത്തു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് കിതയ്ക്കും. ഈ കിതയ്ക്കുമ്പോഴാണ് ഫാറ്റ് പോകുന്നതും കലോറി എത്തുന്നതും. ഓക്കെ. ഇനി നമുക്കിപ്പം ലേഡീസിനൊക്കെ ലേഡീസിനല്ല, ഈ പ്രായമുള്ളവർക്കൊക്കെ പുഷപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിലത്ത് കൈ കുത്തി പുഷപ്പ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. കൈ ഉയരില്ല, തോൾ വേദന എടുക്കും ചിലപ്പോൾ. അതിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഒരു പുഷപ്പ് ചെയ്യാവുന്ന ഒരു ആംഗിളാണ് ഇവിടെ ചെയ്തിരുന്നത്. ഈ ബാർ കറക്റ്റ് ആംഗിളിലായിരിക്കും. ഏകദേശം നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് ബാക്കിലേക്ക് ഇറങ്ങിക്കുക. എന്നിട്ട് ബോഡി സ്റ്റഡി ആയിട്ട് നിൽക്കണം. ഇതുപോലെ നടുവ് സ്റ്റഡി ആയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കരുത്, സ്റ്റഡി ആയിട്ട് നിൽക്കുക.
സ്റ്റഡി ആയിട്ട് നിന്നിട്ട് തുടക്കത്തിൽ ചിലപ്പോൾ ലേഡീസിനൊക്കെ കുറച്ച് ഫുള്ളായിട്ട് താഴാൻ പറ്റിയില്ല, കുറച്ചൊക്കെ താഴാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇത്രയും താഴാൻ പറ്റുന്നിടത്തോളം താഴുക. അത് ഇങ്ങനെ കുനിഞ്ഞല്ല കൊടുക്കുന്നത്, നടു സ്റ്റഡി ആയിട്ട് പിടിച്ചിട്ട് നടുവാണ് താത്തി കൊടുക്കുന്നത്. അപ്പോൾ കൈ ബോഡി ഒരേപോലെ നിൽക്കും, കൈയുടെ മുട്ട് വളച്ചു കൊടുക്കും. കൈക്ക് ബലം ഉള്ളവർക്കും അതിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൈക്ക് ബലം കൂടി കഴിയുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഫുള്ളായിട്ട് താഴാം വേണമെങ്കിൽ. അപ്പോൾ ഇത് നല്ല തോളിനും ചെസ്റ്റിൻ്റെ മസിലുകൾക്കും എല്ലാം നല്ലൊരു എക്സസൈസാണ്, നല്ലൊരു ഫാറ്റ് ബേണിങ് എക്സസൈസുമാണ്. ഇപ്പോൾ ഇങ്ങനെ ഏത് എക്സസൈസ് ചെയ്താലും നമ്മൾ എത്ര കലോറി സ്പെൻഡ് ചെയ്യുന്നോ അതനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഊർജ്ജം ചിലവാകണം, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് പോകണം. അതോടൊപ്പം നമ്മൾ ഒരു ഡയറ്റിംഗ് കൂടി കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് വയറും പോവും ഫാറ്റും പോവും. അതാണ് എക്സസൈസ് കൊണ്ട് ഫാറ്റ് കുറയ്ക്കുന്ന ടെക്നിക്ക്. ഇപ്പോൾ ഇത് നമ്മൾ ഒരുപാട് തരം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ജോയിൻസും സ്ട്രോങ് ആയി, എല്ലാ മസിലുകൾക്കും സ്ട്രെങ്ത് വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് നമ്മുടെ യുവത്വം ഉണ്ടാക്കിയെടുക്കുന്ന ഹോർമോണും ഈ ഇങ്ങനെയുള്ള വർക്കുകളിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിപ്പോൾ നടന്നാലോ ഓടിയാലോ ഒന്നും കിട്ടില്ല. ഇതുപോലെ മസിലുകൾക്കുള്ള വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ. എല്ലാ എക്സസൈസും ഇതിനകത്ത് എല്ലാ മസിലുകളും കൊണ്ട് ചെയ്യുന്നതാണ്. ഈ പുഷപ്പും നല്ല ഒരു 10-15 റെപ്പിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും നല്ല ലോഡായി ചെസ്റ്റിലേക്കും കയ്യിലേക്കും നല്ല ലോഡ് കിട്ടും. നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് പോലെ പോകാം. സ്ലോലി ചെയ്യണം. പൊങ്ങുമ്പോൾ ബോഡി ഒരേപോലെ താഴുക, ഒരേപോലെ പൊങ്ങുക. പുഷപ്പ് ചെയ്യുമ്പോൾ ശ്വാസം പൊങ്ങുമ്പോൾ കളയാം, താഴ്മ എടുക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ബട്ടക്സ് മസിൽ എന്ന് പറയും. ഈ മസിൽ ഗ്ലൂട്ട് മസിൽ എന്ന് പറയുന്നത്. ഗ്ലൂട്ട് ഇത്രയും ഭാഗം നടുവിൻ്റെ ഇവിടെ നിന്ന് മുതൽ ഇതിങ്ങനെ കാലിലേക്ക് സ്പ്രെഡ് ചെയ്ത് തരുന്നൊരു മസിലാണ്. ഇത് നമ്മുടെ ബോഡിയുടെ സ്റ്റെബിലിറ്റി ഏറ്റവും സ്റ്റേബിൾ ആകുന്ന നിവർന്ന് നിൽക്കാനൊക്കെ സഹായിക്കുന്ന മസിൽ ഇതാണ്. സാധാരണ ഇതാരും ഇതിനോട് എക്സസൈസ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ നടുവേദനയും മുട്ടുവേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നടുവിൻ്റെ പ്രത്യേകിച്ച് ലോവർ ബാക്ക് സ്ട്രെങ്ത് ചെയ്യാൻ ഏറ്റവും നല്ല എക്സസൈസ് അത്. അപ്പോൾ അതിനുള്ള എക്സസൈസാണിത്. ഇത് ഇങ്ങനെ കൈ ഇവിടെ ഫുള്ളായി ടൈറ്റ് പിടിക്കാം. ഇത് പഠിച്ചെടുക്കാൻ ഒരു അല്പം സമയം എടുക്കും. അല്പം ട്രെയിനിങ് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. കൈ സ്റ്റഡി ആയിട്ട് കിട്ടും, അപ്പർ ബോഡി അനക്കരുത്. എന്നിട്ട് കാലൊരല്പം ആദ്യം മുന്നോട്ടെടുക്കുക. മുന്നോട്ടെടുത്തിട്ട് ബാക്കിലേക്ക് തള്ളി കൊടുക്കുക. എൻ്റെ അരയ്ക്ക് കീപ്പോട്ട് മാത്രമാണ് അനങ്ങണത്. എൻ്റെ അരയ്ക്ക് കീപ്പോട്ട് ഭാഗി ആ ബട്ടക്സ് മസിലൊന്ന് ബാക്കിൽ വരുമ്പോൾ ടൈറ്റ് കൊടുക്കുക. എന്നിട്ട് മുന്നോട്ട് ആട്ടുക. ഓരോ തവണയും ബാക്കിലൊന്ന് ടൈറ്റ് ചെയ്യുക. വെറുതെ ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ വരുള്ളൂ. ഇങ്ങനെ വെറുതെ ഊഞ്ഞാലാടണവരെ ആടിയിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്ത് കാര്യം എഫക്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ അരയ്ക്ക് മേപ്പോട്ട് അനങ്ങരുത്. ഈ അരയ്ക്ക് നടുഭാഗം ഇങ്ങനെ ബാക്കിലേക്ക് വളയ്ക്കാനായിട്ട് പഠിക്കണം. അത് അല്പം ട്രെയിനിങ് കിട്ടിയാലേ പറ്റുള്ളൂ. ഇങ്ങനെ വളച്ചു കൊടുക്കുക. ഇത് കുറച്ച് പ്രാക്ടീസ് ആവാതെ ഒരുപാട് റെപ്പിറ്റേഷൻ ചെയ്യരുത്. ചിലപ്പോൾ നടുവിൻ്റെ മസിൽ വേദന എടുക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ റെപ്പിറ്റീവായിട്ട് ചെയ്തിരുന്നാൽ, സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നടുവേദന ഒരിക്കലും ഉണ്ടാവില്ല. നടുവൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ ബട്ടക്സിൻ്റെ മസിലിൻ്റെ ഷേപ്പ് ഉണ്ടാകാനായിട്ട് സ്ത്രീകൾക്കും വളരെ നല്ലതാണ്. ഇതിങ്ങനെ ശരിക്കും ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഓക്കെ മതി. ഇവിടെ ഒരു അപ്പർ സൈഡ് പുള്ളിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടറ്റത്തും കൈ പിടിക്കാം. എന്നിട്ട് ഈ വലിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തേക്കാണ് കിട്ടുന്നത്. ഈ ഡെൽറ്റോയിഡിൻ്റെ ഈ ഭാഗം തോളെല്ലാം അവിടെ കിട്ടും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കാം. വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് പതുക്കെ വിടുക. കൈയുടെ എൽബോ ബാക്കിലേക്ക് ടൈറ്റ് ചെയ്യുക, പതുക്കെ വിടുക. അതും വേണമെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് മലന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ആവാണ്ട് മലന്ന് കൊടുക്കരുത്. നന്നായിട്ട് ബാലൻസ് ആയിട്ട് മലന്ന് കൊടുക്കുക. ഇതിങ്ങനെ വലിച്ചിട്ട് അങ്ങോട്ട് വിടരുത്. ഇവിടെ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ബാക്കിലേക്ക് ചാരിക്കുക. വലിച്ചിട്ട് കൊണ്ടുവന്ന് റിലീസ് ചെയ്യണം. പതുക്കെ അവിടെ തന്നെ റിലീസ് ചെയ്യണം. ഓക്കെ. ഇത് കുറച്ചും കൂടി അപ്പർ ചെസ്റ്റിനുള്ള ഈ ചെസ്റ്റിൻ്റെ അപ്പർ ചെസ്റ്റിലേക്ക് ഇടണമെങ്കിൽ ഇത് ടൈറ്റ് ചെയ്യണം. നന്നായിട്ട് ടൈറ്റാണെന്ന് നോക്കണം. ഇതൊക്കെ സെക്യൂരിറ്റിക്ക് വെച്ചാണ് ഇതൊക്കെ. ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഊരിയെടുക്കാതാണ്. ഇതുപോലെ ഊരിയെടുക്കുന്നതാണ്. ഇത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ ബാർ മുകളിലേക്ക് തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു അഡീഷണൽ സേഫ്റ്റിയാണത്. ഇത് നന്നായി ടൈറ്റായി ഉറപ്പാക്കുക. ഇതും ടൈറ്റായി ഉറപ്പാക്കുക. കാരണം ഇത് മുകളിലേക്ക് പിടിക്കുമ്പോൾ ഊർന്ന് പോകാനുള്ള സാധ്യത. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ. അടുത്ത് കുറച്ച് അടുത്ത് നിന്നിട്ട് നേരെ മുന്നോട്ട് തള്ള. ഇതിപ്പോൾ നമ്മുടെ ചെസ്റ്റിലേക്കും ഈ ഷോൾഡറിലേക്കും കിട്ടും. ചെസ്റ്റിൻ്റെ അപ്പർ പോർഷനിലേക്ക്
ഈ ഭാഗത്തേക്ക് ഇടണേ. അതിനി ഹൈറ്റ് കൂടുതലുള്ളവർക്ക് ഇത് ലൂസാക്കിയിട്ട് മുകളിലേക്ക് കയറ്റിയിടാം. ഇത് എത്ര വേണമെങ്കിൽ കയറ്റിയിടാം. ഇതിൻ്റെ മുകളിലേക്ക് ഇവിടം വരെ കയറ്റിയിടാം. അപ്പോൾ ഈ പിന്ന് അഴിച്ചിട്ട് ഇവിടെ ഇടണം സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇത് എത്രത്തോളം അടുത്ത് കിടന്നാൽ അത്ര എഫക്റ്റീവായിരിക്കും. കൂടുതൽ അടുത്ത് കിടന്നാൽ നല്ലത്. ഇനി ഇത് കൂടുതൽ ഈ ഡെൽറ്റോയിഡ്സിലേക്ക് മാത്രമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി തല താത്തി കൊടുക്കാം മണി. അപ്പോൾ മുകളിൽ അതിൻ്റെ ആ സ്ക്രൂ എല്ലാം നെട്ടെല്ലാം ടൈറ്റാണെന്ന് ഉറപ്പാക്കണം, അല്ലെങ്കിൽ മുകളിലേക്ക് തന്നെ പോവും. ഇതിപ്പോൾ തോള് മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വെയിറ്റ് എടുത്ത് മുകളിലേക്ക് പൊക്കി പിടിക്കുന്ന മാതിരി. കൈ വേണമെങ്കിൽ ഈ ബൈസെപ്സിനുള്ള എക്സസൈസായിട്ട് ഇവിടെ നിന്ന് ചെയ്യാം. ഇങ്ങനെ എന്നിട്ട് കുറച്ച് ഇങ്ങനെ സെൻട്രലായിട്ട് നിൽക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ബോഡി വെയിറ്റാണ് മെയിനായിട്ട് ലോഡ് വരുന്നത്. വെയിറ്റ് അഡീഷണൽ വേണമെങ്കിൽ അഡീഷണൽ ഇടാമെന്ന് മാത്രം. ഇതൊക്കെ ലേഡീസിനും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ചെയ്യാൻ നല്ലതാണ്. നമ്മൾ പുറത്തിനൊക്കെ നല്ല ബലം കിട്ടിക്കഴിഞ്ഞാൽ ബോഡി നല്ല സ്റ്റേബിളാവും, യങ്ങാവും. ഓക്കെ, കൈ അടുപ്പിച്ച് പിടിക്കാം. ഇത് ബാക്കിനുള്ള പുറം ഭാഗത്തേക്കും നടുവിലേക്കുമുള്ള എക്സസൈസാണത്. ഇത് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിക്കുക. എന്നിട്ട് ബാക്കിൽ ഇറങ്ങിയിട്ട് കൈ പരമാവധി അടുപ്പിച്ച് പിടിക്കുക, ക്ലോസ് ചെയ്ത് പിടിക്കുക. കൈ മോളിൽ നിന്ന് പിടിക്കണം. ഇങ്ങനെ മോളിൽ നിന്ന് പിടിക്കുക. എന്നിട്ട് ബാക്കിലേക്ക് വലിക്കുക, വിട്ടുകൊടുക്കുക. ഈ വിങ്സ് മസിൽ രണ്ട് വശത്തെ വിങ്സ് മസിലിനെ ഫുള്ളായിട്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തിട്ട് പതുക്കെ വിടുക. ഇത് വിടുമ്പോൾ അങ്ങോട്ട് വിട്ട് കളയരുത്. നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വിട്ട് അങ്ങോട്ട് പോകരുത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഫുൾ ടൈറ്റ് ചെയ്തു, അവിടെ വരെ വിടുക. ബോഡി അല്പം ബാക്കിലേക്ക് തള്ളി വെക്കുക. ഇനി കുറച്ച് നന്നായിട്ട് പ്രാക്ടീസായി കഴിയുമ്പോൾ നമുക്ക് തല വേണമെങ്കിൽ ബാക്കിലേക്ക് ഇടാം. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് ഒന്ന് വളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നടുവിൻ്റെ ലോവർ ബാക്ക് മസിൽ സ്ട്രോങ് ആവും. നല്ല നടുവേനൊക്കെ മാറി നടുവൊക്കെ നല്ല സ്ട്രോങ് ആവുക. ഇതുപോലെ ഇത് പ്രാക്ടീസായിട്ടേ ചെയ്യാവൂ, ആദ്യമേ ചെയ്യരുത്. ഇത് കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അൺലിമിറ്റഡ് റെപ്പിറ്റേഷൻ ചെയ്യാം. എത്ര വേണമെങ്കിൽ റെപ്പിറ്റേഷൻ ചെയ്യാം. ഇതിന് കുറച്ച് ലോഡ് കൂട്ടണമെന്നാണ് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ അവിടെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അവിടെ 10 കിലോ ഉണ്ട്. ആ വെയിറ്റ് ഇല്ലെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ലേഡീസിനൊക്കെ ആണെങ്കിൽ വെയിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ ആവശ്യമനുസരിച്ച് വെയിറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം. വെയിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ ലോഡ് കൂടും. ഓക്കെ, ഇത് നമുക്ക് ഇതുമ്മേ ഈ മെഷീനിൽ കെയർ ചെയ്യുന്നൊരു എക്സസൈസാണ് ഇതുമ്മ. ഇത് ചെസ്റ്റ് പ്രസ് എന്ന് പറയും. സീറ്റഡ് സ്റ്റാൻഡിങ് ചെസ്റ്റ് പ്രസ്. ഇത് സാധാരണ ഒരു ജിമ്മിൽ ചെയ്യുന്ന ഒരു ചെസ്റ്റ് പ്രസ് മെഷീനിൽ ചെയ്യുന്ന മാതിരി തന്നെയാണ്. നമുക്ക് കുറച്ച് ഏകദേശം ഒരു മിഡിലായിട്ട് നിൽക്കുക. ആദ്യം തുടക്കക്കാർ കുറച്ച് അകന്ന് നിൽക്കുക, അല്ലെങ്കിൽ കൈക്ക് ഫുള്ളായിട്ട് തള്ളാനുള്ള ബലം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കുറച്ച് അകന്ന് നിന്നിട്ട് നേരെ നിൽക്കുക, ഫുള്ളായിട്ട് തള്ളുക, പതുക്കെ വിടുക. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ കൊണ്ട് നിർത്തണം. ഇവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ നിർത്തി. ഇതിങ്ങനെ തള്ളിക്കൊണ്ട് ബാക്കിലേക്ക് ഇങ്ങനെ വലിക്കരുത്, അപ്പം മറിഞ്ഞു പോകും. നമ്മൾ തള്ളിയിട്ട് ഇവിടെ കൊണ്ട് നിർത്തണം. സ്ലോയിൽ വിടുക. ഇത് കുറച്ചും കൂടി കൈക്ക് ബലമായി കഴിയുമ്പോൾ, കൈക്ക് കൂടുതൽ ബലമുള്ളവർക്ക് കുറച്ചും കൂടി അടുത്ത് നിൽക്കാൻ വേണമെങ്കിൽ കുറച്ചും അടുത്ത് നിന്ന് കഴിഞ്ഞാൽ, മുന്നോട്ട് എടുത്ത് കഴിഞ്ഞാൽ ലോഡ് കൂടും, കയ്യിലേക്ക് ലോഡ് കൂടും. ചെസ്റ്റ് നല്ല ടൈറ്റ് കൊടുക്കാം. ചെസ്റ്റും കൈയും ടൈറ്റ് കൊടുക്കാം. ഒരുപാട് സ്പീഡ് പാടില്ല. തള്ളുമ്പോൾ ശ്വാസം കളഞ്ഞു, തിരിച്ചു വരുമ്പോൾ എടുത്തു. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. ഓക്കെ, ഇനി ഇവിടെ വേണമെങ്കിൽ പിടിച്ച് കൈ ട്രൈസെപ്സിന് ചെയ്യാം. ഈ മസിലിനൊന്നും ചെയ്യാം. അത് അവിടെ തന്നെ നിന്നിട്ട് കാല് ഈ പൊസിഷനിൽ നിന്നിട്ട് കൈ ഇവിടെ പിടിക്കുക, താത്തി പിടിക്കുക. എന്നിട്ട് ഈ ട്രൈസെപ്സിനെ ചെയ്യണത്. അപ്പോൾ
കൈയുടെ മുട്ട അടുപ്പിച്ച് പിടിക്കുക, എന്നിട്ട് തള്ളുക. ഇത് ഏകദേശം നമ്മുടെ ബോഡി വെയിറ്റ് തന്നെയാണ് ഇതിൻ്റെ വെയിറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അഡീഷണൽ വെയിറ്റ് വേണമെങ്കിൽ മെഷീൻ്റെ ബാക്ക് സൈഡിൽ കൂട്ടാം. തള്ളിയിട്ട് ഇവിടെ തള്ളി കഴിഞ്ഞാൽ ഇവിടെ വരെ കൊടുന്ന് വിടണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വലിക്കരുത്. ഇതിങ്ങനെ മുഖത്ത് മുട്ടൊന്നുള്ള പേടിക്കൊന്നുമില്ല, നമ്മൾ കൊടുന്ന് മുട്ടിക്കാണ്ടിരുന്നാൽ മതി, മുട്ടൊന്നുമില്ല. ഓക്കെ, ഇത് നമുക്ക് ഈ കൈക്ക് രണ്ട് പൈസസിനോട് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ വന്നിട്ട് അങ്ങനെ വെച്ചിട്ട് കൈയുടെ എൽബോ പൊങ്ങിക്കണം എപ്പോഴും. എൽബോ മുകളിൽ പൊങ്ങിക്കുക, എന്നിട്ട് റിസ്റ്റ് ഇങ്ങനെ തോളിനോട് അടുപ്പിക്കുക. പതുക്കെ വിടുക, ടൈറ്റ് ചെയ്യുക, പതുക്കെ വിടുക. വലിക്കുമ്പോൾ ശ്വാസം കളയുക, നിവരുമ്പോൾ എടുക്കുക. ശരിയാ. ഇതിപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ട്രപ്പീസിയസ് എന്ന് പറയും. നമ്മുടെ കഴുത്തിൻ്റെ താഴോട്ടുള്ള ഈ മസിലിനാണ് ട്രപ്പീസിയസ്. അതിനാണ് ഈ മാത്രം അത് കിട്ടുള്ളൂ, വേറെ എവിടേക്കും കിട്ടില്ല. അപ്പം കൈ ഇതുപോലെ തന്നെ പിടിച്ചിട്ട് ആ ട്രപ്പീസിയസാണ് നമ്മൾ ടൈറ്റ് ചെയ്യണത്. ആണ് അത് ബാക്കിലേക്ക് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് തല താത്തി കൊടുക്കുന്നത്. നമ്മൾ തല ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റ് ആവില്ല, തല ഇങ്ങനെ പിടിച്ചാൽ ഇവിടെ സ്റ്റക്കായി പോകും. അപ്പോൾ ഓരോ തവണയും ഉയരുമ്പോൾ താടി താത്തി കൊടുക്കണം, തല ഇങ്ങനെ താത്തി കൊടുക്കണം, എന്നിട്ട് വിടും. അപ്പോൾ ഈ ട്രപ്പീസിയസ് ബാക്കിലേക്ക് സ്ട്രെച്ച് ഫുള്ളായിട്ട് ഉയരും. കൈയുടെ മുട്ടിങ്ങനെ വളയരുത്, കൈയുടെ മുട്ടും റിസ്റ്റും നേരെ പിടിക്കണം. റിസ്റ്റും നനക്കി കൊടുക്കണ്ട, വെറുതെ വള്ളി പോലെ ഇട്ടാൽ മതി. ഇതിന് കുറച്ചുകൂടി വെയിറ്റ് ഇടുന്നതായിരിക്കും നല്ലത്. ആവശ്യക്കാർക്ക് ഇതനുസരിച്ച് വെയിറ്റ് കൂട്ടണം. ഇത് കുറച്ച് ലോഡ് വന്നാലാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അത് പക്ഷേ തുടക്കത്തിലൊക്കെ ഈ 10 കിലോ മതി. ഒന്ന് ഹോൾഡ് ചെയ്യുക, പൊക്കി ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. എത്ര നേരം ഹോൾഡ് ചെയ്യണം അത്രത്തോളം കൂടുതൽ എഫക്റ്റ് കിട്ടും. ഓക്കെ, ചെറിയ ചെയിൻ എടുക്കുക, നീളം കുറഞ്ഞ ചെയിൻ. എന്നിട്ട് അത് ഈ ഹുക്കിലിടുക, ഈ ബാറിനെ ഹുക്കിലിടുക. എന്നിട്ട് ഇത് നമുക്ക് ബൈസെപ്സ് കേൾ നമുക്ക് സാധാരണ ബാർബെല്ലിൽ ചെയ്യുന്ന മാതിരിയോ ഒക്കെ ചെയ്യാം. എന്താ പതുക്കി ബൈസെപ്സ് ടൈറ്റ് ചെയ്തിട്ട് പതുക്കെ വിടുക. ഒറ്റ വിടൽ ഇങ്ങനെ വിടരുത്, പതുക്കെ ടൈറ്റ് ചെയ്തിട്ട് സ്ലോവിൽ വിടുക. പൊക്കുമ്പോൾ ശ്വാസം കളയുക, തിരിച്ചു വരുമ്പോൾ എടുക്കുക. കളഞ്ഞു, തിരിച്ചു വരുമ്പോൾ എടുത്തു. ഇതൊക്കെ ലേഡീസിന് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും, കുട്ടികൾക്ക് ഇടാം. അതിപ്പോൾ മസിലിന് സ്ട്രെങ്ത്തും ഒക്കെ കൂട്ടണമെന്ന് താല്പര്യമുള്ള ആർക്കും ചെയ്യാം. ലേഡീസും ചെയ്യുന്നവർ നല്ലത് തന്നെയാണ്. അപ്പം നോർമലി ഇപ്പോൾ ചിലപ്പോൾ എല്ലാവരും ലേഡീസ് ചെയ്തെന്ന് വരില്ല, പക്ഷേ ആണുങ്ങൾക്ക് ബെസ്റ്റ് എക്സസൈസ് അത്. ഇനി ഇതുമ്മേ ലോഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഡ് കൂട്ടണം, ഈ ബാറിൽ ലോഡ് കൂട്ടാം വേണമെങ്കിൽ. ഇവൻ ലോഡ് ആവശ്യം ഉണ്ടാവും ഇത് മിക്കവാറും. ഓക്കെ കേട്ടോ, കട്ട് ചെയ്തോ. ഇനി ഈ നീളം കുറഞ്ഞ ചെയിൻ എടുത്തിട്ട് ഇതുപോലെ ഹൂക്കിലിടുക. എന്നിട്ട് ഇത് ഒരു ഷോൾഡറിനുള്ള എക്സസൈസായിട്ട് ചെയ്യാം. നമ്മുടെ ഈ ഷോൾഡറിനുള്ള വർക്കൗട്ട് ഇതാ. ഇതുപോലെ മുകളിലേക്ക് വെക്കാം, എൽബോ മുകളിലേക്ക് വെക്കാം. കൈയുടെ മുട്ടിങ്ങനെ പൊക്കുക, പരമാവധി പൊക്കിയിട്ട് പതുക്കെ ഇറക്കുക. സ്ലോവിൽ, ഒറ്റയിടലിടരുത്, സ്ലോവിൽ ഇറക്കുക, പൊക്കുക. ഇത് തുടക്കത്തിലൊക്കെ 8-10 റെപ്പിറ്റേഷൻ മാത്രമേ ചെയ്യാവൂ സ്റ്റാർട്ട് ചെയ്യുന്നവർ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പതുക്കെ റെപ്പിറ്റേഷൻ കൂട്ടാം. വീണ്ടും പല പ്രാവശ്യം പല സെറ്റായിട്ട് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഷോൾഡറിൻ്റെ ഈ ഡെൽറ്റോയിഡിൻ്റെയും ഈ ട്രപ്പീസിയസിൻ്റെ കഴുത്തിൻ്റെ മസിൽ രണ്ടും വർക്ക് ചെയ്യും. രണ്ടിനും നല്ല എക്സസൈസാണ്. ഓക്കെ, പിടിക്കാം. ഇത് നമ്മുടെ ഈ മസിലിന് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. ബോഡി ബിൽഡിങ് ചെയ്യണവർക്കൊക്കെ കുറച്ച് നല്ലതാണ്. കുറച്ച് മസിലൊക്കെ ഷേപ്പ് ആക്കണമെന്നൊക്കെ പ്രത്യേകിച്ച് താല്പര്യമുള്ളവർക്ക് ഇതാ ഇങ്ങനെ പിടിക്കാം, വലിക്കുക. ഈ മസിലിനെ ഫുള്ളായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. കൈ എവിടെ വേണമെങ്കിൽ പിടിക്കാം, ഇവിടെ വേണമെങ്കിൽ പിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കൈ പിടിച്ചാലും മതി.
ഒറ്റക്കൈക്ക് കാലിങ്ങനെ ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ വലിക്കുക. കൈയുടെ എൽബോ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഈ മസിൽ ലൂസാക്കിയോടെ ഇതുപോലെ ടൈറ്റ് ചെയ്യുക. ഓരോ മസിൽ 2 വശവും ഇങ്ങനെ മാറി മാറി ചെയ്യാം. മറ്റേ വശം ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞേക്കുക. കാലിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിനാവശ്യം ലോഡ് വേണമെങ്കിൽ അവിടെ ലോഡ് കൂട്ടാം. അവിടെ ആവശ്യം ലോഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഇഷ്ടംപോലെ ലോഡ് കിട്ടും. ഈ നീളമുള്ള ചെയിൻ ഇതുപോലെ ഇടാം. നീളം കൂടി 2 ചെയിൻ ഉണ്ടാവും. അതിൻ്റെ നീളം കൂടി ചെയിൻ ഇതിട്ടിട്ട് ഈ ബാറിൽ ഇതുപോലെ കൊളുത്തിയിടുക. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ബാറ. അങ്ങനെ ഇതും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ സ്റ്റൂളിട്ടിരിക്കാം. കാല് ഇതുപോലെ അടുപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ബാക്ക് മസിലിന് ഒരു ജിമ്മിലെ ഒരു ലാറ്റ് പുള്ളി മെഷീനിൽ ചെയ്യണ മാതിരി തന്നെയാണിത്. വെയിറ്റ് അങ്ങേരത്ത് ഇടാം കേട്ടോ. വെയിറ്റ് ആവശ്യമുള്ള ഇടാം. ഇതിപ്പോൾ വെയിറ്റ് ഇതുമില്ല, ഫ്രീ വെയിറ്റിലാണ് ചെയ്യണത്. അടുപ്പിച്ച് പിടിക്കുക, പതുക്കെ വിടുക. ചെസ്റ്റിലൊന്ന് മുട്ടിക്കണം. ബാർ മുട്ടിക്കിട്ട് പതുക്കെ വിട്ടു. വലിക്കുമ്പോൾ ശ്വാസം കളഞ്ഞു. തിരിച്ചു വരുമ്പോൾ എടുത്തു. ഇത് അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ ലൂസ് ചെയ്ത് കളയരുത്. എവിടെയാണ് പിടിച്ചാൽ അവിടെ വിടണം. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ഒരല്പം പറോട്ട് ചെരിഞ്ഞ് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്തു, പതുക്കെ വിട്ടു. ഇവിടെ വരെ വിടാവും. അങ്ങോട്ട് വിട്ട് കളയരുത്. കൈ പിടിച്ചേണ്ടത് മുകളിൽ നിന്നാണ്. ഇങ്ങനെ മുകളിൽ നിന്നാണ്, താഴെ നിന്നല്ല. കൈയുടെ റിസ്റ്റ് താത്തി എൽബോ കൈയുടെ മുട്ട് രണ്ടും ബാക്കിലേക്ക് ടൈറ്റ് ചെയ്യണം. നമ്മുടെ ബാക്ക് മസിലാണ് ടൈറ്റ് ചെയ്യണം. വിങ്സ് എന്നൊക്കെ പറഞ്ഞ മസിലാണ് ടൈറ്റ് ചെയ്യണതാണ്. ഇതെല്ലാവർക്കും ചെയ്യാം. ലേഡീസിനൊക്കെ ചെയ്യാവുന്ന വളരെ നല്ല എക്സസൈസാണത്. കൊച്ചുകുട്ടികൾക്കും പ്രായമുള്ളവർക്കൊക്കെ ചെയ്യാം. കാരണം ഈ പുറം വേദന, തോൾ വേദന കുറയ്ക്കാൻ നല്ല എക്സസൈസാണ് അത്. ഓക്കെ, അതായത് ഈ ചെയിനിൽ ഇതുപോലെ നീളമുള്ള ചെയിൻ ഇതുപോലെ ഇട്ടിട്ട് കൈ ഒരു ഷോൾഡർ ലെവലിൽ മലത്തി പിടിക്കുക. റിവേഴ്സ് താഴേന്ന് മുകളിലേക്ക് പിടിക്കുക. അതാണ് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് കാല് നേരെ വെച്ചിട്ട് എങ്ങനെ അകത്തി എങ്ങനെയാണ് വയ്ക്കാം. കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ട് ഈ കൈയുടെ ബൈസെപ്സിന് ഉണ്ടാ ശരിക്കും മുട്ടിങ്ങനെ മടക്കി ചുരുക്കി കൊണ്ടുവരാം കൈ. എന്നിട്ട് പതുക്കെ റിലീസ് ചെയ്യുക. നല്ല ബൈസെപ്സിനുള്ള നല്ലൊരു വർക്കൗട്ടാണത്. ഇത് ആർക്കും ചെയ്യാം. ഇതിപ്പോൾ ലേഡീസിനും എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ചെയ്യാം. കാരണം ലേഡീസിനും ഈ മസിലുകൾക്ക് ബലം വേണം. ഇപ്പോൾ ഇതിനകത്ത് ഫാറ്റ് കുറയാന്ന് പറഞ്ഞപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് എന്താ ബോഡി ബിൽഡിങ് ആണല്ലോ എന്ന് വിചാരിക്കും. ലേഡീസിനല്ലോ. ഇത് ലേഡീസിനും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒരേ തരം മസിലുകളാണ് ഉള്ളത്. ഇപ്പോൾ ലേഡീസിന് ചെയ്യുമ്പോൾ ഇത് സ്ട്രെങ്തനിങ്ങിനും ഷേപ്പിങ്ങിനുമാണ്. ആണുങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മസിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ലോഡൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും എത്രത്തോളം കലോറി ബേൺ ചെയ്യുന്നോ അത്രത്തോളം ഫാറ്റ് കുറയും. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അല്ലാതെ നമ്മൾ ഇത് വയറ് കുറയില്ല എന്നുള്ള ഒരു ധാരണ വേണ്ട. ഇതെല്ലാം ചെയ്യുമ്പോൾ എത്ര ഊർജ്ജം നമ്മൾ ശരീരത്തിൽ സ്പെൻഡ് ആവണോ അതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് കുറയും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, കൈ ഇങ്ങനെ ഒറ്റ കൈ പിടിച്ചിട്ട് ഇത് വേണമെങ്കിൽ ബൈസെപ്സിന് ചെയ്യാം. ഈ ബൈസെപ്സ് മസിലിന് നമ്മളിങ്ങനെ ചെയ്തിട്ട് കൈയുടെ എൽബോ ഇങ്ങനെ പൊക്കി പിടിക്കുക. ഇതുപോലെ ഇതൊക്കെ ആ ഈ മസിലിലേക്ക് കൂടുതൽ ലോഡ് കൊടുക്കണമെന്ന് താല്പര്യമുള്ളൂ. ഇപ്പോൾ ലേഡീസിനൊന്നും ഇത് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ചെയ്യാം, ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഈ മസിലിൽ കുറച്ചുകൂടിയൊക്കെ ബിൽഡ് ചെയ്യണം, ഷേപ്പ് ചെയ്യണം, ശക്തി വയ്ക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഒരു സിംഗിൾ നമ്മൾ ഡമ്പലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ആക്ടിവിറ്റിയാണത്. ഡമ്പൽ എടുക്കുന്നതിനേക്കാളും നല്ല എഫക്റ്റീവാണ് അത്. ആ മസിലിലേക്ക് ഫുള്ളായിട്ട് ലോഡ് കിട്ടും. ഇപ്പോൾ കൈ ഇങ്ങനെ താത്തരുത്. ഇങ്ങനെയല്ല തന്നെ ഈ മുട്ട് എൽബോ ഇങ്ങനെ പൊക്കി പിടിക്കണം ഈ ലെവലിൽ. എന്നിട്ട് ഇങ്ങനെ മറക്കണം. ഈ ബൈസെപ്സ് മസിലിലേക്ക് ഇതുപോലെ സ്ക്യൂസ് ചെയ്യുക, പതുക്കെ വിടുക. അത് 2 കൈക്കും ഈ കൈ തിരിച്ച് അങ്ങോട്ട് നിന്നിട്ട് തിരിച്ചും ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യുക. ഇതുപോലെ കൈ പിടിക്കുക, അടുപ്പിച്ച് പിടിക്കുക. കൈയോടെ അടുപ്പിച്ച് പിടിച്ചിട്ട് കുറച്ചുകൂടെ അകന്ന് നിൽക്കുക. എന്നിട്ട് ഈ എൽബോ അടുപ്പിക്കുക. നമ്മുടെ ബാക്ക് മസിലിനും നടുവിനൊക്കെ കുറച്ച് നടുവാണെങ്കിൽ കുറച്ച് വളച്ചു കൊടുക്കാം. പറവോട്ട് ഇതുപോലെ വളയ്ക്കാം. ഇതിൻ്റെ വെയിറ്റ് വേണമെങ്കിൽ അങ്ങേ അറ്റത്ത് മെഷീൻ്റെ അങ്ങേ അറ്റത്ത് വെയിറ്റ് ഇടണം. അവിടെ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലോഡ് ഉണ്ടാകാം.
ഒരുപാട് അങ്ങോട്ട് വിടരുത്. കൈ ഇവിടെ ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യാവുന്ന മാതിരി വിടാളൂ. അങ്ങോട്ടും ഇങ്ങനെ വിടരുത്. നമ്മൾ നിൽക്കുന്നിടത്ത് കൈ ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ വിട്ടിട്ട് ബാക്കിലേക്ക് കൈയുടെ മുട്ട് വലിച്ച് ഇതായി ചെസ്റ്റുമേക്ക് കൈയുടെ റിസ്റ്റ് മുട്ടിക്കുക. അങ്ങനെ എന്നിട്ട് ഫുള്ളായിട്ട് വിടുക. ഇത്രയും വരെ വിടാവോ. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് വളയരുത്. നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് കൈ സ്ട്രെച്ച് ചെയ്യാത്രേ ഉള്ളൂ. അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇതുപോലെ മുട്ടിച്ചിട്ട് പതുക്കെ വിടുക. നീ കുറച്ച് ബാക്കിലേക്ക് ഇത്തിരി പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ബാക്കിലേക്ക് ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ നടുവിൻ്റെ ലോവർ ബാക്ക് മസിൽ നല്ല ബലം കിട്ടും. ഓക്കെ. ഇനിയും കാഫിൻ്റെ ഈ മസിലിന് അങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് കാലിവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചവിട്ടി നിവർത്തി പിടിക്കുക. മുട്ട് നിവർത്തി പിടിച്ചിട്ട് കാല് താഴേക്ക് ഇറക്കി വയ്ക്കുക. അടിയിലെ പോസ്റ്റിൽ വെച്ചിട്ട് കാല് ഫുള്ളായിട്ട് നിവർത്തി പതുക്കെ ചുരുക്കി വിടുക. ഫുള്ളായിട്ട് നിവർത്തി. ഇതുപോലെ കാഫ് മസിലിനും അത്യാവശ്യം ഒരു നല്ല വർക്കൗട്ട് കിട്ടും. കാഫ് ഫുള്ളായിട്ട് നിവർത്തി മുട്ട് മടങ്ങരുത്. രണ്ട് കാലിലും മാറി ചെയ്യാം. കാലിൻ്റെ പാദം മാത്രം നിവർത്തുകയും ചുരുക്കുകയും ചെയ്യുക. അതുപോലെ ഇതിപ്പോൾ ഫാറ്റ് കുറയ്ക്കാനും തടി കുറയ്ക്കണമെന്നും ചെയ്യണമെന്നില്ല. പക്ഷേ സാധാരണ ഇങ്ങനെ ഈ മസിലിന് കുറച്ചുകൂടിയും ഇത് കൊടുക്കണമെന്ന് താല്പര്യമുള്ള ചെയ്താലും മതി. കാരണം സാധാരണ ഒരുവിധമുള്ളവർക്ക് കാഫ് മസിലിന് നടക്കുമ്പോൾ ഒരു എഫക്റ്റ് കിട്ടും. ഇനി അങ്ങനെ പ്രത്യേകം വേണമെന്നുള്ളവർക്ക് ചെയ്യാം. അങ്ങനെ ഓക്കെ. കൈ ഇവിടെ ഇതുപോലെ പിടിക്കാം. എന്നിട്ട് കാലിവിടെ വെച്ചിട്ട് മുകളിൽ കാല് വയ്ക്കുക. നേരെ കീപ്പോട്ട് പ്രസ് ചെയ്യുക. കാലിൻ്റെ മുട്ട് നന്നായി ടൈറ്റ് ചെയ്യുക. പതുക്കെ ഇറക്കുക. സ്ലോയിൽ ഇറക്കണം. കൈമ ഇവിടെ ഒന്നും ഇടിക്കാണ്ട് പതുക്കെ ഇറക്കി പതുക്കെ പിടിച്ചിറക്കണം. എന്നിട്ട് ഫുള്ളായി ടൈറ്റ് ചെയ്യുക. പതുക്കെ ഇറക്കുക. ഇത് രണ്ട് കാലിലും മാറി ചെയ്യാം. ഇപ്പോൾ അവിടെ ഇതനുസരിച്ച് ആവശ്യമുള്ള വെയിറ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അവിടെ ഒരു 10 കിലോ ലോഡ് ഇട്ടിട്ടുണ്ട്. 5 കിലോ മതിക്ക് 5 കിലോ ഇടാം. ലോഡ് അല്പം വേണ്ടി വരും. അവിടെ കാലിൻ്റെ മുട്ടുവേദനയുള്ളവർക്ക് വളരെ നല്ലതാണ്. ആദ്യത്തെ ദിവസം ഒരു 10-15 റെപ്പിറ്റേഷൻ ചെയ്യാവൂ. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ പതുക്കെ അതിന് ഗ്രാജുവലി അതിൻ്റെ നമ്പർ കൂട്ടാം. അത് കഴിഞ്ഞ് വീണ്ടും എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഒരു 10, 100 അല്ലെങ്കിൽ 200 റെപ്പിറ്റേഷനൊക്കെ ഇത് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇത് നമ്മൾ ഇതുപോലെ അടുത്ത് കിടക്കാം. പരമാവധി കാലിവിടെ കയറ്റി വെച്ചിട്ട് ഇതുമേക്ക് കിടക്കാം. കാലിവിടെ ചവിട്ടുക. ഈ ചവിട്ടിയുടെ അടിയിൽ ചവിട്ടിയിട്ട് ഫുള്ളായിട്ട് ചവിട്ടി നിവർത്തുക. പതുക്കെ വിടുക. ഫുള്ളായിട്ട് ചവിട്ടി നിവർത്തി ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ വിടുക. ഇത് നമ്മളിങ്ങനെ ഒരു അടിയിലൊരു റബ്ബർ മാറ്റ് ഇടണം. ഒരു യോഗ മാറ്റ് ഇട്ടാൽ മതി. അപ്പോൾ തെന്നി പോവില്ല. ഇതിപ്പോൾ ടൈലായതുകൊണ്ട് പതുക്കെ തെന്നി പോകുന്നുണ്ട്. ഇനി അങ്ങനെ കൂടുതൽ തെന്നി പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആ മെഷീനിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് ചരട് കെട്ടിയിട്ട് കൈ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ നീങ്ങി പോകില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെയിറ്റ് കിട്ടണമെങ്കിൽ ലോഡ് കൂട്ടുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചരട് കെട്ടിയിട്ട് പിടിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ നീങ്ങി പോകില്ല. ഇപ്പോൾ ടൈലായതുകൊണ്ട് അവിടെ സ്ലിപ്പ് ചെയ്യും. ഒരു യോഗ മാറ്റ് ഇട്ടാൽ മതി. ഇതുപോലെ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തിട്ട് പതുക്കെ ഇവിടെ താഴേക്ക് ശ്വാസം അങ്ങോട്ട് കളയുമ്പോൾ കളയുക. തിരിച്ചു വരുമ്പോൾ എടുക്കുക. ഇത് കാലിൻ്റെ 2 തൈ മസിലിന് നല്ല ബലം കിട്ടാനായിട്ട് നല്ലതാണ്. മുട്ടുവേദനയ്ക്കൊക്കെ വളരെ നല്ല എക്സസൈസാണ്. സ്പീഡിൽ ചെയ്യരുത്. പതുക്കെ റിലീസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ചവിട്ടി നിർത്തുക. എത്ര സ്ലോയിൽ ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. കുറച്ച് കൂടുതൽ റെപ്പിറ്റേഷൻ ചെയ്യാതെ. ഇതിപ്പോൾ ആണെങ്കിൽ നമുക്കിങ്ങനെ റിലാക്സ് ചെയ്ത് കിടന്നിട്ട് ഒരു കാലിനൊക്കെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിനൊന്നും ഇല്ലെങ്കിൽ കൂട്ടി എത്ര വേണമെങ്കിലും ചെയ്യാം. ഒരു 10 മിനിറ്റൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മരത്തെ ലോഡ് അതുപോലെ ചെയ്യാം. നമുക്ക് അവിടെ ലോഡ് ആവശ്യമനുസരിച്ച് കൂട്ടുക. എത്ര റെപ്പിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നു അത്രയും വരെ ചെയ്യാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാവും. ഈ കൈയുടെ ഈ ട്രൈസെപ്സിന് മാത്രമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ അടുത്ത് നിൽക്കാം. നടുക്ക് പിടിക്കാം. 2 കൈ ചേർത്ത് പിടിച്ചിട്ട് ഫുള്ളായിട്ട് താത്ത പതുക്കെ വിടാൻ. കൈ ഫുള്ളായിട്ട് വിടേണ്ട ആവശ്യമില്ല. ഇവിടെ വരെ വന്നാൽ മതി. എന്നിട്ട് താത്തി ടൈറ്റ് ചെയ്യുക. ഇത്രയും വരെ. കൈയുടെ എൽബോ 2 സൈഡിലേക്ക് മടങ്ങണേ. ഇത്രയും വന്നാൽ മതി. കൈയുടെ ട്രൈസെപ്സ് മസിൽ എന്ന് പറയും. ട്രൈസെപ്സിന് വേണ്ടിയിട്ടുള്ളത്. ഇത് ആവശ്യമുള്ള ഭാരം ഇട്ടിട്ട് ഭാരം കൂട്ടി ചെയ്യാം. തുടക്കത്തിലൊക്കെ ഒരു 10-15 റെപ്പിറ്റേഷനിൽ കൂടുതൽ ആരും ചെയ്യരുത്. ഓരോ ദിവസം ചെല്ലുന്നതും കൂട്ടി കൊണ്ടുവരാം. ഓക്കെ. ഇങ്ങനെ അടുത്ത് നിൽക്കുക. കാല് 2 അകത്തി വയ്ക്കുക.
ഇതിനോട് ചേർന്ന് ബോഡി ചേർന്ന് നിൽക്കുക, ഈ ആർച്ചിനോട് ചേർന്ന്. എന്നിട്ട് കൈ വൈഡായിട്ട് പിടിക്കുക ഇങ്ങനെ. എന്നിട്ട് ഷോൾഡറിൻ്റെയും സൈഡിലായിട്ട് പിടിക്കുക. എന്നിട്ട് അല്പം വളഞ്ഞ് നിൽക്കുക മുന്നോട്ട്. ചെസ്റ്റ് അടുപ്പിച്ച് പിടിച്ചിട്ട് വളഞ്ഞ് നിൽക്കുക. ഫുള്ളായിട്ട് താത്തുക. ഫുള്ളായിട്ട് താത്തിയിട്ട് പതുക്കെ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുമ്പോൾ ചെസ്റ്റ് അടുത്ത് വരണം. ശ്വാസം കളഞ്ഞുകൊണ്ട് താത്തുക. തിരിച്ചു വരുമ്പോൾ ശ്വാസം കൊടുക്കുക. താഴുമ്പോൾ ഇങ്ങനെ ശരിക്കും ഫുള്ളായിട്ട് താത്തിയിട്ട് ചെസ്റ്റിൽ അടുക്കി വിട്ടണം. ഈ ആർച്ച് ഇവിടെ മുട്ടി വരണം. ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെയല്ല താത്തണത്, ഇങ്ങനെയല്ല താത്തണത്. ഇതിപ്പോൾ കയ്യിലേക്ക് മാത്രമേ, കൈയുടെ റിസ്റ്റിലേക്ക് മാത്രമേ പോകുള്ളൂ. അതിന് അടുത്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കൈ വരണം. ഈ കൈയുടെ എൽബം മുകളിലേക്കായിട്ട് ചെസ്റ്റിനോട് മുട്ടി വരണം. എന്നിട്ട് താഴ്ത്തുക. ഇനി ഇതിന്മേ നമുക്ക് ആവശ്യത്തിൽ വെയിറ്റ് കൂട്ടണമെങ്കിൽ അവിടെ ഫ്രണ്ടിലുള്ള ആ 2 ബാറുകളിൽ വെയിറ്റ് കൂട്ടാം. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഒരു മെയിനായിട്ടുള്ളൊരു കാർഡിയോ എക്സസൈസ് ഉണ്ട്. അതായത് ക്രോസ് വാക്കിംഗ് എന്ന് പറയും. അപ്പോൾ ആ എക്സസൈസ് ആണെങ്കിൽ പക്ഷേ ഈ ലേഡീസൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എക്സസൈസ് ആയിരിക്കും കൈ വീശിയുള്ള നടത്തി പോലത്തെ. അപ്പോൾ ഇതിനകത്ത് 2 ഐറ്റം നമ്മൾ ഊരണം, റിലീസ് ചെയ്യണം ഈ മെഷീനിൽ നിന്ന്. അപ്പോൾ ഇത് തന്നെ ഇതിങ്ങനെ ഈ ബോൾട്ട് ലൂസ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് ലൂസ് ചെയ്യുക. എന്നിട്ട് ഇതെടുത്ത് മാറ്റി വയ്ക്കുക. ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഊരി പോകേണ്ടത്. അതും ലൂസ് ചെയ്യുക. അതിങ്ങനെ ഊരിയെടുത്തിട്ട് ഇതെവിടെ ഒരു ഹുക്കുണ്ട്, 2 ഹുക്കുണ്ട്, അവിടെ ഇട്ടു. ഇനി ഇതും ലൂസ് ചെയ്യുക. ഈ ബോൾട്ടും ലൂസ് ചെയ്യുക. ഊരി എടുക്കരുത്, കുറച്ച് ഊരിയിട്ട് നേരെ മുകളിലേക്ക് പോയി പൊക്കിയെടുക്കുക. അതുപോലെ പൊങ്ങി പോരും. എന്നിട്ട് ഇത് താഴെ വയ്ക്കുക. ഇനി ഈ പിന്നെടുത്തിട്ട് ഈ 2 പിന്നുണ്ട്, ഈ 2 പിന്നെടുത്ത് അത് വയ്ക്കാനുള്ള ഇവിടെ ഒരു ഹോൾഡറുണ്ട്, അതിനകത്തേക്ക് ഇട്ടേക്കുക. കാരണം ഇതല്ലെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ മെഷീൻ 2 പീസായി. ഇപ്പോൾ ഇതിന് സെപ്പറേറ്റ് 2 വശത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇനിയാണ് ഇതിന് ക്രോസ് വാക്കിങ് ചെയ്യണത്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ പിടിക്കാം, അല്ലെങ്കിൽ ഇവിടെ പിടിക്കാം. എന്നിട്ട് കാല് പതുക്കെ മൂവ് ചെയ്ത് പഠിക്കുക. ഇത് നമ്മളൊരല്പം പഠിച്ചാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അല്പം നമുക്ക് ആ താളം കിട്ടാനായിട്ട് ചിലപ്പോൾ ഇത്തിരി സമയം എടുക്കും. പതുക്കെ ഇതിങ്ങനെ മൂവ് ചെയ്ത് കൈക്ക് ഓപ്പോസിറ്റ് കാല് പോവാം. കൈയിലേക്ക് ശ്രദ്ധിക്കുക, കാലിലേക്കല്ല കൈയിലേക്ക് ശ്രദ്ധിക്കുക. വെറുതെ നിന്നിട്ട് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക ചെയ്യുമ്പോൾ തന്നെ മൂവ് ചെയ്തു. കാലിലേക്ക് ബലം കൊടുക്കരുത്. അപ്പോൾ പതുക്കെ ഇങ്ങനെ നീങ്ങി വരും. അത് നല്ല ബാലൻസ് ആയി കഴിയുമ്പോൾ ശരിക്കും കൈ നീട്ടാം. അതുപോലെ നീട്ടാം. എത്ര മണി നീട്ടാം. ഇതിനകത്ത് ബ്രീത്തിങ് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമൽ ബ്രീത്തിങ്, നമ്മൾ സാധാരണ നടക്കുമ്പോൾ ചെയ്യുന്ന നോർമൽ ബ്രീത്തിങ്. ഇതൊരു ടി വി ഒക്കെ കണ്ടുകൊണ്ട് നിന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാർഡിയോ എക്സസൈസ് ആകും. അത് നമ്മൾ നടത്തിയേക്കാൾ ഉപരിയായിട്ട് നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ പാദത്തിലേക്ക് മാത്രമേ ലോഡ് ഇട്ടുള്ളൂ. ഇതിന് കാലിൻ്റെ പാദത്തിന് ഓവർ സ്ട്രെയിൻ ആകുമ്പോൾ നമ്മൾ ടയർഡായിട്ട് നിർത്തും. ഇത് അങ്ങനെയല്ല, കാലിൻ്റെ പാദത്തിൽ റെസ്റ്റാണ് ഇടുന്നത്. ബാക്കിയുള്ള നമ്മൾ വർക്ക് ചെയ്യാത്ത ഭാഗങ്ങളാണ് ഇതിനകത്ത് വർക്ക് ചെയ്യണത്. സാധാരണ നോർമലി ഒരാളുടെ വർക്ക് ചെയ്യാത്ത ഭാഗങ്ങളാണ് അപ്പർ ബോഡിയും അരക്കി മുകളിലുള്ള ഭാഗങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. അവിടേക്കാണ് ഇതിന് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഒരു കാർഡിയോ ആയിട്ട് വർക്ക് ചെറിയ കഥപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് കാർഡിയോ എക്സസൈസ് എന്ന് പറയുന്നത്. അതിപ്പോൾ അതിൻ്റെ കൂടെ എല്ലാ ബോഡി പാർട്സും മൂവ് ചെയ്യും. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അത് മാക്സിമം വേണമെങ്കിൽ ഇങ്ങനെ നീട്ടാം കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ. ഇതിന്മേൽ ലോഡ് ഇടരുത്. ഇതിന് അഡീഷണൽ ലോഡിൻ്റെ ആവശ്യമില്ല. ഈ മെഷീനിന്മേൽ തന്നെ ആവശ്യമുള്ള ലോഡ് ഇതിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ എക്സസൈസിനുള്ള ലോഡ് ഈ മെഷീനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഡീഷണൽ ലോഡ് ഇട്ട് കഴിഞ്ഞാൽ അത് കിടന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നേരം കൈ ടയർഡായിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കാം, ഈ സൈഡിൽ പിടിക്കാം.